ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഹോപ്പ് യു ഓൾ ആർ ഫൈൻ അല്ലേ? ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേറെ ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. മക്കൾക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മളാകെ കൂടി നമ്മൾ മീറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു 2 weeks നമുക്കുണ്ടായിരുന്ന ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ഒരു ദിവസമാണ് എനിക്ക് എൻ്റെ മക്കളോടൊപ്പം ചിലവഴിക്കാനായിട്ട് കിട്ടിയ അവസരമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ജനറലായിട്ട് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു, ഷെയർ ചെയ്തു, തമ്മിൽ പരിചയപ്പെട്ടു. വളരെ രസകരമായിട്ട് ആ 2 hour കടന്നുപോയി. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താ പറയുക, ആ ഒരു 2 മണിക്കൂറിൻ്റെ ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു പിക്ചർ എന്ന് പറയുന്നത്. സോ നൗ ഐ ആം ഇമാജിനിങ് ദാറ്റ് യു ആർ ഹിയർ എന്നുള്ളത്. അതുകൊണ്ടാണ് കോളേജിൽ തന്നെ വന്ന് ക്ലാസ് റൂമിൽ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെ ക്ലാസ് എടുക്കാനുള്ള ഒരു റീസൺ നിങ്ങളിവിടെ എൻ്റെ മുൻപിൽ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിന് വേണ്ടി കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എടുക്കുന്ന പാർട്ട് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ആദ്യത്തെ ഒരു എന്താ പറയുക, ഒരു 3 module മിസ് തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുള്ളത്. നൗ ഐ ആം ഷെയറിങ് 2 modules ഫോർ യു. ഓക്കെ, അതിലെ നമുക്ക് 5th ചാപ്റ്റർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5ാമത്തെ ചാപ്റ്ററാണ് പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, സോ നമുക്കറിയാം ഇമ്പോർട്ടൻറ്റ് 4 P's ഇൻ മാർക്കറ്റിംഗ് എന്തൊക്കെയാണ്. ഓർമ്മയിലുണ്ടോ നിങ്ങൾക്ക്? +1 +2 പഠിച്ചിട്ടുള്ളതായിരിക്കാം. കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ യു വുഡ് ഹാവ് ലേൺഡ് അബൌട്ട് ഇറ്റ്. എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ അല്ലേ? ദീസ് ആർ ദ 4 basic elements ഇൻ മാർക്കറ്റിംഗ് മിക്സ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയുണ്ട്? ഫസ്റ്റ് തിങ് ഈസ് പ്രോഡക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ ഇല്ല. സോ അൾട്ടിമേറ്റ്ലി മാർക്കറ്റിങ്ങിൽ എന്താണ് വേണ്ടത്? ദർ ഷുഡ് ബി എ പ്രോഡക്റ്റ് ഓർ ദർ ഷുഡ് ബി എനി സർവീസ് അല്ലേ? ഒന്നെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരിക്കണം, ഒരു സർവീസ് ഉണ്ടായിരിക്കണം. അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് മാർക്കറ്റിങ്ങിൽ വരുന്ന എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ട്. ഓക്കെ, പ്രോഡക്റ്റിനെ നമുക്ക് പറ്റിയ ഒരു പ്രൈസ് വേണം അല്ല? ഒരു സർവീസ് ആയാലും ഒരു പ്രോഡക്റ്റ് ആയാലും വി നീഡ് ടു പ്രൈസ് ഇറ്റ്. വി ഹാവ് ടു ഗിവ് എ വാല്യൂ ഫോർ ദാറ്റ് അല്ലേ? അപ്പോൾ പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ട്? പ്രൈസ് ഉണ്ട്. പിന്നെ വരുന്ന P എന്താണ്? പ്ലേസ്. ഫ്രം വേർ ഡു യു ബൈ ദി പ്രോഡക്റ്റ്? നിങ്ങൾ എവിടെ നിന്നാണ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നത്? അതിനൊരു പറ്റിയ ഒരു പ്ലേസ് വേണം. ഓക്കെ, അതിനെ നമുക്ക് എന്തെന്ന് പറയാം? മാർക്കറ്റ് എന്ന് പറയാം. ക്ലിയർ? പക്ഷേ ഇന്ന് മാർക്കറ്റെല്ലാം ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റെല്ലാം അടഞ്ഞിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അത്യാവശ്യ സാധനങ്ങൾക്കുള്ള ഷോപ്പുകൾ മാത്രമേ ഇപ്പോൾ തുറക്കുന്നുള്ളൂ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ തന്നെയാണ് അല്ലേ? സോ where you are, whether you are in office, whether you are at home, എവിടെയായാലും നമുക്ക് അവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമായ മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലേ? മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ളൊരു കോൺസെപ്റ്റ് എന്താണ്? എ ഫിക്സ്ഡ് പ്ലേസ് ടു ബൈ ആൻഡ് സെൽ യുവർ പ്രോഡക്റ്റ് അല്ലേ? ഇന്ന് നമ്മുടെ മാർക്കറ്റ് എവിടെയാണ്? where do we stand, where we are, that is the place we can say it as market. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്കൊരു ഫിക്സഡ് പ്ലേസ് ഇപ്പോൾ ഇല്ല മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് പ്ലേസ് നമുക്ക് ഉണ്ടാവണില്ല. ബിക്കോസ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. സോ where you are, അതാണ് നിങ്ങളുടെ മാർക്കറ്റ് പ്ലേസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. സോ വാട്ട് ഒബ്ജക്റ്റ് യു ഹാവ് ഇൻ യുവർ ഹാൻഡ്? മൊബൈൽ ഫോൺ, ദാറ്റ് ഈസ് യുവർ മാർക്കറ്റ്. സോ അവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്നു, നിങ്ങൾക്ക് ഡെലിവറി ബോയിൽ നിന്ന് നിങ്ങൾക്ക് യു ആർ ഗെറ്റിംഗ് ദ പ്രോഡക്ട്സ് അല്ലേ? ഹോം ഡെലിവേർഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മാർക്കറ്റിന് എന്ത് വരുന്നില്ല? ഒരു ഫിക്സ്ഡ് പ്ലേസ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ so far we have seen about 3 P's. First thing is product,
പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ളൊരു പ്രൈസ് ഉണ്ടായിരിക്കണം, ദാറ്റ് ഈസ് പ്രോഡക്റ്റിനൊരു വാല്യൂ കൊടുക്കണം നമ്മൾ. ആൻഡ് ദെൻ പ്ലേസ് അല്ലേ, ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ഇൻ്റർനെറ്റ് ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടുള്ള മാർക്കറ്റ് പ്ലേസ് ആവാം. ഓക്കെ, ആൻഡ് ദെൻ ദ ഫോർത്ത് വൺ ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് പ്രൊമോഷൻ. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മുഴുവൻ നമുക്ക് പഠിക്കാനുള്ളത്, പ്രൊമോഷനെ കുറിച്ചിട്ടാണ്. കാരണം പ്രൊമോഷനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കതിൽ വരുന്നത് എന്നുള്ളതാണ്. സോ ടുഡേ our chapter deals with promotion. Okay, so just we will see what is promotion. അവിടെ ബോർഡിൻ്റെ അറ്റത്ത് ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, ക്രിയേഷൻ ഓഫ് ഡിമാൻഡ്. Creation of demand. How do we create demand for our product? വെറുതെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിയാൽ പോരാ, ആ പ്രോഡക്റ്റിന് എന്തുണ്ടായിരിക്കണം, കൃത്യമായിട്ടുള്ള ഡിമാൻഡ് ഉണ്ടായിരിക്കണം. കാരണം ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ പ്രോഡക്റ്റിന് സെയിൽസ് ഉണ്ടാവുള്ളൂ, ഫർദർ പ്രൊഡക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ കാര്യങ്ങൾ ഒരു ഓൺ ഗോയിങ് പ്രോസസ്സിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു ക്രിയേറ്റ് ഡിമാൻഡ്. ഓക്കെ, ഇതിന് പല പല എക്സാമ്പിൾ നമ്മൾ അന്ന് ക്ലാസ്സിലൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. എനിക്കറിയില്ല എത്ര പേര് ഓർക്കുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ അമ്മമാർ വയ്ക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ചെറിയ കുറവുകളോ അല്ലെങ്കിൽ വളരെ രസകരമായിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണെന്നുണ്ടെങ്കിൽ പോലും അമ്മമാർ ചിലപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാറുണ്ട് അല്ലേ. ഇന്നത്തെ ഭക്ഷണം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്, ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെ രസമായിട്ടൊന്ന് എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇന്നത്തെ ഭക്ഷണം എന്നുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. ഇനി അതിൽ ചില കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പ്രൊമോഷൻ കുറച്ച് കൂടുതലായിരിക്കും അല്ലേ, അന്നത്തെ ദിവസം പ്രൊമോഷൻ കുറച്ച് കൂടുതലായിരിക്കും. അതായത് കുട്ടികളെ വിളിച്ച് നമ്മൾ പല രീതിയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒന്നെങ്കിൽ ടി വി ഓൺ ചെയ്തിട്ട്, അല്ലെങ്കിൽ നല്ല കഥകൾ പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ടൊക്കെ ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണതാണ്. കാരണം അന്നത്തെ അവരുടെ കുക്കിങ്ങിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ കുറവുകൾ നികത്തുന്നതായിരിക്കാം. അപ്പോൾ അതിന് പല പല സാഹചര്യങ്ങൾ അവർ ഒരുക്കുന്നുണ്ട് ടു ക്രിയേറ്റ് ദ ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ വാട്ട് ആർ ഓൾ ദി മെഷേഴ്സ് വി ടേക്ക് to create the demand for the product. നിങ്ങളോട് പലപ്പോഴും ഞാൻ അന്നത്തെ ദിവസം ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ തീൻമേശകളിൽ കാണാത്ത സംഭവങ്ങളായിരുന്നു നമ്മുടെ ഓട്സും ചപ്പാത്തിയും എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ, നൂഡിൽസ്, ഇതൊന്നും നമ്മുടെ തീൻമേശയിൽ ഒരു വലിയൊരു വിഭവമായിട്ടുണ്ടായിരുന്നില്ല. ഇതിനൊന്നും ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, നമ്മുടെ ട്രഡീഷണൽ ഫുഡ് ഒന്നെങ്കിൽ രാവിലെ ഇത്തിരി പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കുത്തരി ചോറിൻ്റെ നല്ലൊരു പൊടിയരി കഞ്ഞിയായിരിക്കും അവർ വെച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ പാത്രം കഞ്ഞിയും ഒരു ഇത്തിരി ഉപ്പേരിയും കൂട്ടിയിട്ട് അവരവരെ ജോലിയിലേക്ക് പോകുന്ന ഒരു ട്രെൻഡ് പഴയ കാലങ്ങളിൽ നിലനിന്നിരുന്നു. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും അവിടേക്ക് നമുക്ക് പുട്ടും ഇഡലിയും ദോശയും അങ്ങനത്തെ അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് പിന്നെ സംഭവിച്ചത്. പിന്നെ എല്ലാവരും ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു പേരിൽ നമ്മുടെ തീൻമേശകൾ, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ ഈ പൊടിയരി എന്ന് പറയുന്ന സംഭവം നമ്മുടെ വീട്ടിൽ കിച്ചണിൽ തന്നെ കാണാത്തൊരവസ്ഥയായിപ്പോയി. സെക്കൻഡ് തിങ് ഈസ്, നല്ല ഇഡ്ഡലിയോ ദോശയോ ഈ ഒരു സംഭവമൊക്കെ ഹോട്ടലിൽ പോയിട്ട് മാത്രം കഴിക്കാനുള്ളതാണ്, ഇത് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നു തുടങ്ങി. ആൻഡ് തേർഡ് തിങ് ഈസ്, അവിടെ കൂടുതൽ രംഗപ്രവേശനം ചെയ്തതും നമ്മുടെ കിച്ചൺ മുഴുവൻ കയ്യേറിയതും രാവിലത്തെ ഒരു കപ്പ് ഓട്സാണ്. അതല്ലാന്നുണ്ടെങ്കിൽ 2 minutes 2 നിമിഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന നൂഡിൽസാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി പാക്കറ്റ് മേടിക്കുന്നു, വി ആർ മേക്കിംഗ് 2 or 3 ചപ്പാത്തീസ് ഫോർ ഈച്ച് പേഴ്സൺ ആൻഡ് വി ആർ ഹാവിങ് ഇറ്റ് ആൻഡ് വി ആർ ഗോയിങ് ഓഫ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ബ്രെഡോ അല്ലെങ്കിൽ ഒരു 3 ബ്രെഡ്, 3 പീസ് ഓഫ് അല്ലെങ്കിൽ 3 സ്ലൈസ് ഓഫ് ബ്രെഡിൽ നമ്മൾ കാര്യം അവസാനിപ്പിക്കുകയാണ്.
ഒരു കപ്പ് കാപ്പിയും കുടിച്ച് അല്ലെങ്കിൽ ഒരു ചായയും കുടിച്ച് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലും കുടിച്ച് നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, സോ ആഡഡ് ഷുഗർ, ആഡഡ് മിൽക്ക് അല്ലെങ്കിൽ ദ മോർ കണ്ടൻറ്റ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും അവിടേക്ക് കയറി വന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ട്രഡീഷണലായിട്ട് നമ്മുടെ ടേസ്റ്റിയസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു പോയി. സോ ഇവർ രംഗത്തേക്ക് വന്നത് എന്തിനെയൊക്കെ നമ്മുടെ മുന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവർ രംഗത്തേക്ക് വന്നിട്ടുള്ളത് അല്ലേ? ഈ ഓട്സ് വന്നിട്ടുള്ളത് എന്താണ്? നമ്മുടെ ഒരു എക്സസ് നമ്മുടെ ബോഡിയിലുള്ള ഓവർ വെയ്റ്റ് കുറയ്ക്കാനായിട്ടും എക്സസ് ഫാറ്റ് കണ്ടൻറ്റ് കുറയ്ക്കാനായിട്ടും ഈസിലി ഡൈജഷൻ, ഏറ്റവും കൂടുതൽ ഫൈബറസ് ആയിട്ടുള്ള ഫുഡാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഓട്സും അതേപോലെ തന്നെ ചപ്പാത്തീസും കയറി വന്നിട്ടുള്ളത്. പിന്നെ നേരമില്ലാത്തവർക്ക് കഴിക്കാനുള്ളതാണ് നൂഡിൽസ് അല്ലേ? ഒട്ടും തന്നെ നേരമില്ല, ഒന്നിനും നേരമില്ല, അവർക്ക് കഴിക്കാനുള്ളതാണ് നൂഡിൽസായിട്ട് വന്നിട്ടുള്ളത്. 2 മിനിറ്റ് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ലേ? ആ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടാണ് ദേ ഹാവ് ക്രിയേറ്റഡ് ദ ഡിമാൻഡ്. നിങ്ങൾ കഞ്ഞിയോ അതല്ലാന്നുണ്ടെങ്കിൽ രാവിലെ കഴിക്കുന്ന ചോറോ ഇതൊക്കെ അങ്ങനെ എന്തെങ്കിലും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഡ്ഡലിയോ ദോശ ഇതൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൂടും. സോ യു വിൽ ബിക്കം ഫാറ്റ് എന്നൊക്കെ തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനിലേക്ക് കടക്കുക, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ്, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഇവർ രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ദേ ഹാവ് ക്രിയേറ്റഡ് ദി ഡിമാൻഡ്. സോ ബിഫോർ എൻറ്ററിങ് ഇൻ ടു ദി മാർക്കറ്റ്, വാട്ട് വി ഹാവ് ടു ഡു ഈസ് വി ഹാവ് ടു ക്രിയേറ്റ് ഡിമാൻഡ് ഫോർ ദാറ്റ്. ഓക്കെ, അതേപോലെ തന്നെ കുട്ടികളുടെ ഫുഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ബേബി ഫുഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കൂടുതൽ സെർലാക്കിൻ്റെ ആയാലും അല്ലെങ്കിൽ എന്താ പറയുക ആർട്ടിഫിഷ്യൽ മിൽക്ക്, ദാറ്റ് ഈസ് നമ്മുടെ മിൽക്ക് പൗഡേഴ്സ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ള പാല്. ഓക്കെ, ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കൂടുതൽ പബ്ലിസിറ്റി നമ്മൾ കൊടുക്കാറില്ല, കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കാറില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ബിക്കോസ് ഇറ്റ് ഇൻഡയറക്റ്റ്ലി അമ്മമാരിനെ ഏതിൽ നിന്ന് പിന്തിരിപ്പിക്കും? കുട്ടികൾക്ക് കൊടുക്കേണ്ട ബ്രസ്റ്റ് ഫീഡിങ്ങിൽ നിന്ന് പിന്തിരിപ്പിക്കും. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ശക്തി കൊടുക്കുന്നത്, കുട്ടികൾക്ക് വളരാനുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് കുട്ടികൾക്ക് അമ്മമാർ കൊടുക്കുന്ന ബ്രസ്റ്റ് ഫീഡിങ്ങിലാണ്. അതുകൊണ്ട് തന്നെയാണ് നിർബന്ധമായിട്ടും പാരൻസ്, ദാറ്റ് ഈസ് ഡോക്ടേഴ്സ് പാരൻസിൻ്റെ അടുത്ത് പറയും, ന്യൂലി പാരൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പറയുന്നത് 6 months ദയവേത് കുട്ടികൾക്ക് വേറെ ഒന്നും കൊടുക്കല്ലേ. സോ അപ്പോഴേക്കും അവിടെ രംഗപ്രവേശനം ചെയ്തത് ആരൊക്കെയാണ്? നമുക്ക് പുതിയ ഫ്ലേവേഴ്സിലുള്ള സെർലാക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ചും കൂടിയും കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ആരോഗ്യത്തോടു കൂടി വളരാനായിട്ട് അവർക്ക് ഹോർലിക്സ് വരുന്നുണ്ട് അല്ലേ? ഈ പറയുന്ന സ്റ്റഫും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുത്തിട്ട് നമ്മൾ അവരെ നശിപ്പിക്കുകയാണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത്. അവർക്ക് നമ്മുടെ രീതിയിലുള്ള നമ്മുടെ നാടനായിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെ കൊടുത്ത് വളർത്തുക എന്നുള്ളതാണ്. സോ ഓരോ പ്രോഡക്റ്റും മാർക്കറ്റിലേക്ക് വരുന്നത് എങ്ങനെയാണ് വരുന്നത്? അവർ ഫസ്റ്റ് ദേ ആർ ക്രിയേറ്റിംഗ് ദ ഡിമാൻഡ് ഫോർ ദാറ്റ് അല്ലേ? ഒരു ഡിമാൻഡ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ആൾക്കാർക്ക് അത് ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ഒരു കിറ്റും കൊണ്ടാണ് പോവുക, വിപ്രോൻ്റെ ഒരു കിറ്റും കൊണ്ടാണ് നമ്മൾ പോവുക. ബിക്കോസ് അതിലേക്ക് ബേബിക്ക് ആവശ്യമായിട്ടുള്ള ദ ബേബി എസെൻഷ്യൽസ് എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരിക്കും അല്ലേ? സോ ദിസ് ഈസ് വാട്ട് ദേ ആർ ക്രിയേറ്റിംഗ് ദി ഡിമാൻഡ്. ഒരു ചെറിയ ഉണ്ണിവാവ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ വക കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ദ ഡയപ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഈസ് ക്രിയേഷൻ ഓഫ് ഡിമാൻഡ്. ആദ്യം തന്നെ ആൾക്കാർക്ക് അത് ആവശ്യമെന്ന് തോന്നണം. ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആരും പർച്ചേസ് ചെയ്യില്ല. സോ ഫസ്റ്റ് തിങ് ഈസ് ടു ക്രിയേറ്റ് ഡിമാൻഡ്. അപ്പോൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയേഷൻ ഓഫ് ഡിമാൻഡ്. ഫസ്റ്റ് തിങ് അത് ക്രിയേറ്റ് ചെയ്യുക, ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക. ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും എളുപ്പമാണ്. ഓക്കെ, ആൻഡ് ദെൻ പ്രൊമോഷൻ മേ ബി personal or impersonal.
എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. നമുക്ക് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ക്രിയേഷൻ ഓഫ് ഡിമാൻഡ് ആണെന്നുള്ളത് പറഞ്ഞു. പിന്നെ അതേപോലെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ അബൌട്ട് വാട്ട്? I have written clearly. Promotion എന്ന് പറഞ്ഞാൽ communicating about what? About the product, about the company. പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, കമ്പനീനെ കുറിച്ചിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, എവിടെയാണ് ഇത് നമുക്ക് ലഭിക്കുക എന്നുള്ളത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ അവൈലബിലിറ്റി ഓഫ് ദി പ്രോഡക്ട്സ് ഉണ്ട്, ആർക്ക് വേണ്ടിയിട്ട്, ഫോർ ഹൂം യു ഹാവ് ക്രിയേറ്റഡ് ദ പ്രോഡക്റ്റ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദി പ്രോഡക്റ്റ്, വേർ ഇറ്റ് ഈസ് അവൈലബിൾ എന്ന് പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് ഉണ്ട് കമ്മ്യൂണിക്കേഷനിൽ. ആൻഡ് ദെൻ വി ആർ പെർസുവേഡിങ് ദ പീപ്പിൾ ടു ബൈ എ പ്രോഡക്റ്റ്. അല്ലേ, നമ്മൾ പെർസുവേഡ് ചെയ്യണം, നമ്മൾ അവരെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് നമ്മുടെ പ്രോഡക്റ്റ് മേടിക്കാനായിട്ട്. നമ്മൾ അവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് പെർസുവേഡിങ് ടു ബൈ എന്ന് പറയുന്നത്. സാധാരണ ആൾക്കാർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പീപ്പിൾ യൂസ് ടു ബൈ ഓൺലി ദ നോൺ പ്രോഡക്ട്സ്. അല്ലേ, നമ്മൾ ഇതുവരെയ്ക്കും മാർക്കറ്റിൽ കേൾക്കാത്തൊരു സാധനം നമ്മളധികം പർച്ചേസ് ചെയ്യില്ല. ശരിയല്ലേ? എന്നാലോചിച്ച് നോക്കി, നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് നിങ്ങൾ പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യുവർ പാരൻസ് ഓൾസോ വിൽ ഡിനൈ ഇറ്റ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു സാധനം കേട്ടിട്ടില്ലല്ലോ, ഇത്രയും വർഷമായിട്ട് നമ്മളിവിടെ ഉള്ളതല്ലേ, നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഇല്ലല്ലോ, ഇത്രയും ഫ്രണ്ട്സ് നമുക്കുള്ളതല്ലേ, നോബഡി ഹാസ് ടോൾഡ് അബൌട്ട് ഇറ്റ്. അല്ലേ, ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളൊക്കെ കൂടിയിട്ട് ഒരു പ്രോഡക്റ്റ് തുടങ്ങുകയാണെന്നെങ്കിൽ അതർ പീപ്പിൾ ഓൾസോ വിൽ സേ ദ സെയിം തിങ്. അപ്പോൾ ആൾക്കാർക്ക് മേടിക്കാൻ കൂടുതൽ താല്പര്യം എന്താണ്? എ നോൺ പ്രോഡക്റ്റ്. ഓക്കെ, ബൈ പ്രൊമോഷൻ, ബൈ ദ വേ ഓഫ് പ്രൊമോഷൻ, ബൈ ദ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഈ അൺനോൺ പ്രോഡക്ട്സിനെ എന്താക്കി മാറ്റാം? നോൺ പ്രോഡക്റ്റ് ആക്കി മാറ്റാം. നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്വർടൈസിങ് കൊടുക്കാം, ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊണ്ട് നമ്മൾ ഇന്ന പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ പറയിപ്പിക്കുക. സോ പതുക്കെ പതുക്കെ ഈ അൺനോൺ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് വിൽ ബിക്കം ടു എ ഫെമിലിയർ പ്രോഡക്റ്റ് ടു അസ്. വൺസ് ഇറ്റ് ഈസ് ഫെമിലിയർ, വൺസ് ഇറ്റ് ഈസ് നോൺ ടു ദി പീപ്പിൾ, പിന്നെ നമ്മൾ ആ പ്രോഡക്റ്റ് മേടിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, സോ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ 4 ആൾക്കാർ ഇതിനെക്കുറിച്ച് പറയിപ്പിക്കുക, ഇതൊക്കെ പ്രൊമോഷൻ്റെ ഒരു ഭാഗമാണ്. Is that clear for you? So tell me once again, what is promotion എന്ന് പറഞ്ഞാൽ എന്താണ്? Ultimately promotion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ creation of demand. Okay, promotion is also a way of communication. So what it deals in communication, എന്താണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? It communicates about the product, it communicates about the company, it communicates about the availability of the product, for whom it is made, ആർക്കൊക്കെയാണ് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുക, ആർക്കൊക്കെയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക, ആർക്ക് വേണ്ടിയിട്ടാണിത്, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദി പ്രോഡക്റ്റ് ആൻഡ് വെർ ഇറ്റ് ഈസ് അവൈലബിൾ. ഓക്കെ, ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് വി ആർ പെർസുവേഡിങ് ദ പീപ്പിൾ ടു ബൈ ദ പ്രോഡക്റ്റ് എന്നുള്ളതാണ് പ്രൊമോഷനിൽ വരുന്നത്. പ്രൊമോഷൻ മേ ബി പേഴ്സണൽ ഓർ ഇംപേഴ്സണൽ. ഓക്കെ, അപ്പോൾ ഏകദേശം പ്രൊമോഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ഡെഫിനേഷൻ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഓക്കെ, അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ തരുന്ന ഒരു ഡെഫിനേഷൻ. ദിസ് ഈസ് ഓൾസോ അവൈലബിൾ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. എന്നാലും ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറക്കില്ല. പ്രൊമോഷൻ ഇസ് ദ പേഴ്സണൽ ഓർ ഇംപേഴ്സണൽ പ്രോസസ് ഓഫ് promotion is the personal or impersonal process of assisting and or persuading a prospective consumer to buy a product or service, or to act favorably upon an idea
that has commercial significance to the seller. That has commercial significance to the seller. Okay, so this is what the beautiful definition given by American Marketing Association. I'll read it once again. Promotion is the personal or impersonal process of assisting or persuading a prospective customer or the consumer to buy a product or service or to act favorably upon an idea that has commercial significance to the seller. The first thing അതിൽ പറയുന്ന കാര്യം എന്താണ്? പ്രൊമോഷൻ എന്ന് പറയുന്നത് പേഴ്സണലോ അതല്ലാന്നുണ്ടെങ്കിൽ ഇംപേഴ്സണലോ പ്രോസസ്സ് ആയിരിക്കാം. എന്തിനു വേണ്ടി? ടു അസിസ്റ്റ്. ഇറ്റ് ഈസ് പ്രോസസ് ഓഫ് അസിസ്റ്റിംഗ്. എന്തിനെയാണ് അസിസ്റ്റ് ചെയ്യുന്നത്? അതായത് ഒരു സാധനം മേടിക്കാനായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു ബയർ, ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ. സോ ഹീ ഈസ് പ്ലാനിങ് ടു ബൈ. അയാളുടെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന പ്രോഡക്റ്റ് തന്നെ മേടിക്കാനായിട്ട് വി ആർ പെർസുവേഡിങ്. ഓക്കെ, അപ്പോൾ ഒരു പ്രോഡക്റ്റ് മേടിക്കണം, ഇതാണ് ആളുടെ ആവശ്യം. പക്ഷേ ഇന്ന കമ്പനിയുടെ അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ന പ്രോഡക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ദ വേ വി ആർ പെർസുവേഷൻ. ഓക്കെ, നമ്മൾ പെർസുവേഡ് ചെയ്യണം ആ പേഴ്സണിനെ ടു ബൈ ദാറ്റ് പ്രോഡക്റ്റ് ഓർ സർവീസ്. അതല്ലാന്നുണ്ടെങ്കിൽ to act favorably upon an idea that has commercial significance to the seller. സെല്ലറിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കമേഴ്ഷ്യൽ മാറ്റത്തിനായിട്ട് അയാളുടെ ഫേവറബിളായിട്ട് ഒരു കസ്റ്റമറിനെ മാറ്റുക എന്നുള്ളതാണ് പെർസുവേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അൾട്ടിമേറ്റ്ലി പ്രൊമോഷൻ. ഇപ്പോൾ ക്ലിയർ ആയോ? പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും കൂടിയും പറഞ്ഞുതരാം, കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു വ്യക്തിനെ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് വി ആർ പെർസുവേഡിങ്. ഓക്കെ, ചിലപ്പോൾ ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമറാണ്, ദാറ്റ് ഈസ് എന്തെങ്കിലും ആ പ്രോഡക്റ്റ് മേടിക്കും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഡൈനിങ് ടേബിളിൻ്റെ സെറ്റ് മേടിക്കണം എന്ന് വിചാരിച്ചോളൂ. ടേബിളുണ്ട്, ഒരു 4 ചെയറും വേണം, അല്ലെങ്കിൽ ഒരു 6 ചെയറും വേണം. ഓക്കെ, അപ്പോൾ ഈ ടേബിളും ചെയറും മേടിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. സോ വി ആർ എ prospective customer. ഇനി അത് ഗ്രാൻഡ്വറിൻ്റെ തന്നെ മേടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ റബ്കോൻ്റെ തന്നെ മേടിക്കണം, റബൂഡിൻ്റെ തന്നെ മേടിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഏത് ബ്രാൻഡാണോ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത് അത് ഇന്ന പ്രോഡക്റ്റ് മേടിപ്പിക്കുക എന്നുള്ളത് that happens through only the way of communication, ultimately the promotion. സോ എത്രത്തോളം നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ മനസ്സിൽ പതിയുന്ന കാര്യങ്ങൾ ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ട്. സോ ഫോർ എക്സാമ്പിൾ, മകളുടെ കല്യാണമായി എന്ന് വിചാരിക്കാം. അപ്പോൾ ആ പാരൻസ് എവിടെ നിന്ന് ഗോൾഡ് മേടിക്കണം? അപ്പം നമ്മൾ ടി വിയിൽ കാണുന്ന പല, നമ്മൾ പുഷ് ചെയ്യുന്ന പല പരസ്യങ്ങളുണ്ട് അല്ലേ? മലബാർ ഗോൾഡ് ഉണ്ട്, അലുക്കാസിൻ്റെ ഉണ്ട്, അതേപോലെ തന്നെ ജോസ്കോൻ്റെ ഉണ്ട്. പല പരസ്യങ്ങളും നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ മാറി മറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പരസ്യങ്ങളിൽ നമ്മൾ അതിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തും ഒക്കെ നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് നിങ്ങളുടെ മക്കൾക്ക് കല്യാണം ആകുമ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാറ്? സോ എവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട്സ് അവൈലബിൾ ആവുന്നത്? കാരണം കല്യാണം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ റിലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ബൾക്ക് പർച്ചേസ്. So where do you get more quantity, more grams for a favorable price? അതാണ് ഇന്ന് എല്ലാവരും നോക്കുന്നത്. അപ്പോൾ ഏത് അഡ്വർടൈസ്മെൻ്റ് ആണോ, വിച്ച് കമ്മ്യൂണിക്കേഷൻ പെർസുവേഡ്സ് യു ടു ബൈ ഓർ ടു സെലക്ട് എ പെർട്ടിക്കുലർ ഷോപ്പ്, ദാറ്റ് ഈസ് നോൺ ആസ് പ്രൊമോഷൻ. ഇതിനേക്കാളും സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, അത്രയും സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു പേഴ്സണെ സമ്മതിപ്പിക്കുക, ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ സമ്മതിപ്പിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ പറയുന്നത് എന്ത്? പ്രൊമോഷൻ. ഓക്കെ, സോ ഇതിൽ ഞാൻ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊമോഷനിലാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ വെൻ യു കം ടു ദ പബ്ലിക്കിനെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ഓൾവേസ് ട്രൈ ടു ബൈ നോൺ പ്രോഡക്ട്സ്. സോ കമ്മ്യൂണിക്കേഷനും പ്രൊമോഷനും കൃത്യമായിട്ടുള്ള ഒരു സ്പിരിറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ടു ബൈ ടു മേക്ക് ദി പ്രോഡക്റ്റ് നോൺ ടു ദി പബ്ലിക്.
അപ്പോൾ ആൾക്കാർക്ക് പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് അറിയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ അതിനെ ബേസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും. ഓക്കെ. ആൻഡ് ദെൻ പ്രൊമോഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിക്കും ഒരു ബെനിഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹൗ ഡു പ്രൊമോഷൻ ബിക്കംസ് ബെനിഫിറ്റബിൾ ടു ദി സൊസൈറ്റി? എങ്ങനെയാണ് സൊസൈറ്റിക്ക് ഒരു ഗുണകരമായിട്ട് മാറുന്നത് പ്രൊമോഷൻ എന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര പേരാണ് അഡ്വർടൈസിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ? എത്രയോ മോഡൽസ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മുടെ ഐ എന്ന് പറയുന്ന ഒരു ഫിലിം കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി അഡ്വർടൈസിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ബേസ് ചെയ്തിട്ടാണ്, ദ മോഡൽസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതേപോലെ ഒരു വിഭാഗം, ദാറ്റ് ഈസ് ഫിലിം ഇൻഡസ്ട്രീനേക്കാളും കുറച്ചും കൂടി സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് പീപ്പിൾ ഇൻ ദിസ് ഫീൽഡ്, പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ. ഒരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് മാറുക എന്ന് പറയുന്നത് ഇസ് നോട്ട് എ സിമ്പിൾ തിങ്. ഓക്കെ. ബ്രാൻഡ് അംബാസിഡറായിട്ട് മാറുന്നതും അതേപോലെ തന്നെ നമ്മൾ ഇന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടിയും ഒരു എന്താ പറയുക, ഒരു ഒത്തൻറ്റിസിറ്റി അവരുടെ പ്രോഡക്റ്റിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പല സിനി ആക്ടേഴ്സിനെയും ഇതിലേക്ക് ബ്രാൻഡ് അംബാസിഡേഴ്സായിട്ട് കൊണ്ടുവരുന്നുണ്ട്. സോ ഇന്ന വ്യക്തികൾ പറയുമ്പോൾ അത് ആ പ്രോഡക്റ്റ് ഒരിക്കലും മോശമാവില്ല എന്നുള്ള ഒരു ധാരണ ഇറ്റ് വിൽ ക്രിയേറ്റ് ഇൻ ദി പബ്ലിക്. ഓക്കെ. സോ അതേപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, എന്തൊക്കെ കഥകളാണ് അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ്, ഫുൾ അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്? സിനിമ തിയേറ്ററുകളിൽ പോകുമ്പോഴാണ് അല്ലേ? അതിൻ്റെ ഫുൾ അപ്പോഴാണ് നമ്മൾ അറിയണേ നമ്മൾ കാണുന്നത് വെറും 2 to 3 seconds, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 seconds കാര്യമാണ് നമ്മൾ കാണുന്നത് അല്ലേ? ബാക്കിയുള്ളതൊക്കെ എവിടെയാണ്? ചിലപ്പോൾ ഒരു 1 minute ഓർ മോർ ദാൻ 1 minute ഒരു വീഡിയോ ആയിരിക്കാം. പക്ഷെ മോർ ദാൻ 1 minute ഒരു പ്രോഡക്റ്റിൻ്റെ പരസ്യമായിട്ട് നമുക്ക് ഒരിക്കലും TV ഇതിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. സോ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗം ഏതാണോ അത് മാത്രമേ കൊടുക്കുള്ളൂ. സോ അതിൻ്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തുള്ള സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അഭിനയിക്കുന്ന ആൾക്കാരായിരിക്കാം, നമ്മളതിന് കൊടുക്കുന്ന മ്യൂസിക് ആയിരിക്കാം, നമ്മളതിന് കൊടുക്കുന്ന കളർ കോമ്പിനേഷൻസ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇറ്റ് ഹാപ്പൻസ് ഇൻ ദി സൊസൈറ്റി. സോ ഇറ്റ് ഈസ് ബെനിഫിറ്റബിൾ ടു ദി സൊസൈറ്റി ഓൾസോ. അപ്പോൾ കുറേ പേര് അങ്ങനെയും ജീവിക്കുന്നുണ്ട്. പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൽ മാത്രമായിട്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഓക്കെ. ആൻഡ് ദെൻ നമുക്കതിൽ വരുന്നത് മെയിനായിട്ട് ഒരു കമ്പനി ഉദ്ദേശിക്കുന്നത് എന്താണ്? പബ്ലിക്കിനെ കൊണ്ട് മാർക്കറ്റിങ്ങിൽ അവർ പ്രൊമോഷൻ എന്ന് പറയുന്ന സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദേ ആർ പെർസുവേഡിങ് പീപ്പിൾ ടു ബൈ ദെയർ പ്രോഡക്റ്റ്. ഓക്കെ. അപ്പോൾ ജനങ്ങൾ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് അവരുടെ പ്രോഡക്റ്റ് ആയിരിക്കണം അവരുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. സോ അതിനുള്ള വർക്കാണ് പ്രൊമോഷനിലൂടെ ദ കമ്പനീസ് ആർ ഡൂയിങ്. Okay, and now we will see what are the objectives of promotion. പ്രൊമോഷനിൽ നമുക്ക് എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് തിങ് ദാറ്റ് ഈസ്, നേരത്തെ പറഞ്ഞു പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് അബൌട്ട് ദ പ്രോഡക്ട്സ് ഇൻഫർമേഷൻ, കമ്പനീസ് ഇൻഫർമേഷൻ. എന്തിനാണ്, ആർക്കാണ്, എവിടെയാണ് ഇതിൻ്റെ അവൈലബിലിറ്റി, ജനറലി ഇതിൻ്റെ പ്രൈസ് എവിടെ തൊട്ടാണ് തുടങ്ങുന്നത് എന്ന് പറയുന്ന പല കാര്യങ്ങളാണ് ഇൻഫർമേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് ദറ്റ് പ്രോഡക്റ്റ്. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇൻഫർമേഷനിൽ വരുന്നത്. സെക്കൻഡ് തിങ് ഈസ് ദ വേ ഹൗ യു പെർസുവേഡ് ദി കസ്റ്റമേഴ്സ് ടു ബൈ ദി പ്രോഡക്റ്റ്. നമ്മൾ എങ്ങനെയാണ് കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പെർസുവേഡ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ദെൻ ഈസ് ഡിഫറൻഷിയേഷൻ. ദറ്റ് ഈസ് ഹൗ ഡു പീപ്പിൾ ഡിഫറൻഷിയേറ്റ് യോർ പ്രോഡക്റ്റ് ഫ്രം ദാറ്റ് ഓഫ് ദി അതർ പ്രോഡക്ട്സ് വിച്ച് ആർ അവൈലബിൾ ഇൻ ദി മാർക്കറ്റ്. നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ മാത്രമല്ലല്ലോ ഉള്ളത്. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് മാത്രമല്ല, അവിടെ നമുക്ക് പല കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലഭ്യമാണ്. So what we people do is we used to select the product.
ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് ഇന്ന കമ്പനിയുടെ പ്രോഡക്റ്റാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ പറയിപ്പിക്കുക. ഹോക്കൻസ്, പ്രസ്റ്റീജ്, ഇതൊക്കെ ഏതിൻ്റെയാണ്? മെയിനായിട്ട് നമ്മുടെ പ്രഷർ കുക്കേഴ്സിൻ്റെയാണ് അല്ലേ. ചാക്സൺ. ഇപ്പം നമ്മൾ നോർമലി പഴയ കാലത്തെ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുക പ്രസ്റ്റീജ് ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു തലമുറ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയും ഹോക്കൻസ്. ഇപ്പോഴത്തെ തലമുറയുടെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചാക്സൺ, ഹോക്കൻസ്, ഇത് രണ്ടും ഇങ്ങനെ മാറി മാറി നിൽക്കണതാണ്. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് ഹൗ ഡു ദേ ഡിഫറൻഷിയേറ്റ് ആ കമ്പനീസ് പ്രോഡക്റ്റ് ഇൻ ദി മാർക്കറ്റ്. സോ അതിനുള്ള സ്പെഷ്യാലിറ്റി എന്താണ്? ഹൗ ഡു ആ പ്രോഡക്ട്സ് ഡിഫർ ഫ്രം അതർ പ്രോഡക്ട്സ്? നമ്മുടെ പ്രോഡക്റ്റിന് മാത്രമുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് ഡിഫറൻഷിയേഷൻ. ആൻഡ് ദെൻ ഈസ് റിമൈൻഡിങ്. റിമൈൻഡിങ് എന്ന് പറയുന്ന ഒരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. റിമൈൻഡിങ് അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിൽ കുറേ കാലമായിട്ടുള്ള ആൾക്കാരാണ്, പല കോമ്പറ്റീറ്റേഴ്സും വന്നിട്ടുണ്ടായിരിക്കാം, ബട്ട് സ്റ്റിൽ വി ആർ ഇൻ ദ മാർക്കറ്റ് എന്നുള്ള രീതിയിലാണ് റിമൈൻഡിങ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ കോൾഗേറ്റ്. സോ കോൾഗേറ്റ് എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുകയാണെന്നുണ്ടെങ്കിൽ more than 40 years it is in the market. More than 40 years it is in the market. എത്ര പേര് അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സായിട്ട് വന്നു കഴിഞ്ഞു. പക്ഷേ പല കോമ്പറ്റീറ്റേഴ്സും ദാ വന്നു ദാ പോയി, അതുപോലെയാണ്. ഓക്കെ, ഇപ്പം മെയിൻ കോമ്പറ്റീറ്ററായിട്ട് പിടിച്ചു നിൽക്കുന്നത്, കോൾഗേറ്റിൻ്റെ കൂടെ നിൽക്കുന്നത്, കുറേ കാലമായിട്ട് കുറേ വർഷങ്ങളായിട്ട് നിൽക്കുന്നത് ക്ലോസപ്പ് തന്നെയാണ്, ദ മെയിൻ കോമ്പറ്റീറ്ററായിട്ട്. ഓക്കെ, നമുക്കറിയാം പല പേസ്റ്റുകളും മാർക്കറ്റിൽ വന്നിറങ്ങിപ്പോയി കഴിഞ്ഞു. പലതും ഇപ്പോഴും നമ്മൾ കേട്ടിട്ടും കൂടിയില്ല. ചില പേസ്റ്റുകളൊക്കെ റൂറൽ ഏരിയാസിൽ മാത്രമേ നമുക്ക് അവൈലബിലിറ്റി ഉള്ളൂ. അർബൻ ഏരിയാസിലൊക്കെ കുറച്ചും കൂടിയും ഡിമാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, കുറച്ചും കൂടിയും ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് മൂവ്മെൻറ്റ് വരുന്നത്. ഓക്കെ, ചില പ്രോഡക്റ്റ് റൂറൽ ഏരിയാസിൽ മാത്രം ലഭിക്കുന്ന പ്രോഡക്റ്റുകളുണ്ട്, കുറച്ചും കൂടിയും ചീപ്പറായിട്ടുള്ള പ്രോഡക്റ്റാണ്. കാരണം അവിടെ വലിയ ബ്രാൻഡഡ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പോയില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഹിയർ ഇറ്റ് ഈസ് റിമൈൻഡിങ് എന്ന് പറയുന്നത്. സോ വി ആർ സ്റ്റിൽ ഇൻ ദി മാർക്കറ്റ്. പല കോമ്പറ്റീറ്റേഴ്സും വന്നു പോയി, പല ബ്രാൻഡുകളും വന്നു പോയി, ബട്ട് വി ആർ ഹിയർ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് അബൌട്ട് റിമൈൻഡിങ്. ആൻഡ് ദെൻ ഇസ് കൗണ്ടർ കോമ്പറ്റീഷൻ. കൗണ്ടർ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഏതൊരു കോമ്പറ്റീറ്റർ മാർക്കറ്റിലേക്ക് വരുമ്പോഴും അവരുടെ പ്രോഡക്റ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു സംഭവമായിട്ടാണ് അവരെപ്പോഴും മാർക്കറ്റിലേക്ക് വരിക. അതിനെയും നമുക്ക് ബീറ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ വരുന്ന കോമ്പറ്റീഷനാണ് കൗണ്ടർ കോമ്പറ്റീഷൻ. സോ വി ഹാവ് ടു എന്താ പറയുക, അതും കൂടി നമ്മൾ കടന്നു പോകണം. ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റിനെയും കൂടി നമുക്ക് എതിർത്ത് നിൽക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഒരു പ്രത്യേകത, ഒരു സവിശേഷത നമ്മുടെ പ്രോഡക്റ്റിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. Okay, that is counter competition. And then we are creating the favorable image. ഒരു ബ്രാൻഡ് ഇമേജ് കൊണ്ടുവരികയാണ്. നമ്മൾ കാലങ്ങളായിട്ട് ഇപ്പോൾ വർഷങ്ങളായിട്ട് നമ്മുടെ മാർക്കറ്റിലുള്ളതാണ് ഈ കോൾഗേറ്റ് എന്ന് പറയുന്നത്. കോൾഗേറ്റ് അന്ന് ഇറക്കിയ ഒരു വേരിയൻ്റ് ആണോ നമുക്കിവിടെ ഉള്ളത്? അല്ലല്ലോ. യു ആർ ഹാവിങ് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് നമുക്കതിലുണ്ട്. എത്ര ടൈപ്പുകളാണ് കോൾഗേറ്റിൽ തന്നെ നമുക്ക് വരുന്നത്. അതിൽ ജെല്ലുണ്ട്, ഓർഡിനറി ഉണ്ട്, വേദശക്തിയുണ്ട്, എന്താ പറയുക, കോൾഗേറ്റ് ടോട്ടലുണ്ട്, കോൾഗേറ്റ് സോൾട്ട് ഉണ്ട്, കോൾഗേറ്റ് ചാർക്കോളുണ്ട് എന്ന് പറയുന്ന എത്ര കാര്യങ്ങളാണ് നമുക്കതിൽ വരുന്നത്. സോ ദാറ്റ് ഈസ് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഇമേജ്, ഒരു ബ്രാൻഡ് ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഈസ് ബ്രാൻഡ് ലോയാലിറ്റി. വാട്ട് ഡു യു മീൻ ബൈ ബ്രാൻഡ് ലോയാലിറ്റി? എക്സ്ക്യൂസ് മീ, നമ്മൾ എവിടെ പോയാലും ഏത് സാഹചര്യത്തിലായാലും വി ഓൺലി യൂസ് ദാറ്റ് പ്രോഡക്റ്റ്. നമ്മൾ ആ പ്രോഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ആ പ്രോഡക്റ്റിനെ കുറിച്ച് മാത്രമേ നമ്മൾ മറ്റുള്ളവർക്കും നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് നോൺ അബൌട്ട് നമ്മുടെ ബ്രാൻഡ് ലോയാലിറ്റി. ആൻഡ് ലാസ്റ്റ് ഈസ് അൾട്ടിമേറ്റ്ലി കമ്പനിയുടെ ഉദ്ദേശം എന്താണ്? ടു ഇൻക്രീസ് സെയിൽ അല്ലേ? ഏത് കമ്പനിക്കും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവരുടെ ഉദ്ദേശം എന്താണ്? ടു മേക്ക് പ്രോഫിറ്റ്. സോ ഹൗ ടു മേക്ക് പ്രോഫിറ്റ്? ദേ ഹാവ് ടു ഇൻക്രീസ് ദ സെയിൽസ്.
ആൻഡ് ഓൾസോ വി ഹാവ് ടു ഇൻക്രീസ് ദ മാർക്കറ്റ് ഷെയർ ഓൾസോ. ഇപ്പം നമ്മൾ കേരളത്തിൽ മാത്രമാണ് നമ്മുടെ പ്രോഡക്റ്റ് സെയിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ സൗത്ത് ഇന്ത്യ മുഴുവനും നമ്മൾ കവർ ചെയ്യും. കുറച്ചും കൂടി ബെറ്റർ പ്രോഡക്റ്റാണ്, കുറച്ചും കൂടി ബെറ്റർ ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾ ഇന്ത്യയിലേക്ക് നമ്മളത് വൈഡൻ ചെയ്യും. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ടച്ചസ് ദ എക്സ്പോർട്ട് ക്വാളിറ്റി, എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ പറയുന്ന ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുമെങ്കിൽ വി ക്യാൻ തിങ്ക് അബൌട്ട് ദി ഇൻ്റർനാഷണൽ ലെവൽ ഓൾസോ, അല്ലേ? So ultimately the aim of each and every company is to create profit. So how do they want to create the profit? How they want to maximize the profit? They want to increase the sales and also they want to increase the market share. മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് നമ്മൾ എവിടേക്കാണോ നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത്, ഏതൊക്കെ ഏരിയയിലേക്കാണ് നമ്മൾ ക്രോസ് ചെയ്ത് നമ്മൾ പോകുന്നത്. അത് ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രോഡക്റ്റ് ഒരു എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഷുവർ വി ക്യാൻ തിങ്ക് അബൌട്ട് ബിയോണ്ട് ബോർഡേഴ്സ് ഓൾസോ. ഓക്കെ, നമുക്ക് അവിടെ ഒരു ബോർഡേഴ്സ് വരുന്നില്ല, ദ ഹോൾ വേൾഡ് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് കൊടുക്കാവുന്നതാണ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ദി സക്സസ് ഇൻ ദി ബിസിനസ്. ഓക്കെ, നമ്മൾ എത്രത്തോളം ഇൻക്രീസ് ചെയ്ത് നമ്മുടെ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഓരോ മാസവും എത്രത്തോളം നമ്മൾ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, സോ ഐ എം വൈൻഡിങ് അപ്പ് ടുഡേ. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? എന്താണ് പ്രൊമോഷൻ എന്നുള്ളത്? പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രിയേഷൻ ഓഫ് ഡിമാൻഡ്. പിന്നെ അതേപോലെ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷനാണ്. പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി ആയാലും പ്രോഡക്റ്റ് എന്തിനുള്ളതാണ്, എവിടേക്കാണ് ഇതിൻ്റെ അവൈലബിലിറ്റി വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് മുഴുവൻ കമ്മ്യൂണിക്കേഷനിലൂടെ തരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണ് ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ നോട്ട്ബുക്ക് നമ്മൾ ഒരെണ്ണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ അബമിസ് എടുക്കുന്ന ആ ഒരു ചാപ്റ്ററിനോട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കും പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. പ്രൊമോഷൻ എന്ന് പറയുന്ന ഭാഗം, പ്രൊമോഷനിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്യാം. അതിൽ വരുന്ന അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോട്ട് ചെയ്യാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ക്ലാസ് കഴിഞ്ഞ വഴിക്ക് തന്നെ ഇൻട്രാക്ഷൻ ടൈമിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ കൃത്യമായിട്ടുള്ള നോട്ടും നമ്മൾ ഓരോ ക്ലാസ്സിലും ഡേറ്റ് വൈസ് ഇട്ടിട്ട് നമ്മൾ മെൻഷൻ ചെയ്ത് വയ്ക്കുക. ഓരോ ക്ലാസ്സുകളും നമ്മൾ ഓരോ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്യാം. കോളേജ് തുറക്കുമ്പോൾ ഓഫ്ലൈൻ ആണ് സമയത്ത് നമുക്ക് ആ നോട്ട്ബുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു റിവിഷനും കൂടിയാണ് ഓരോ ദിവസവും നമ്മൾ എഴുതി വയ്ക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ തിയറി അല്ലേ, നമുക്കിത് എഴുതേണ്ട ആവശ്യമില്ല, ക്ലാസ് വെറുതെ കേട്ടാൽ മതി. നോ, ഡോണ്ട് ലീവ് ഇറ്റ് ആസ് ഇറ്റ് ആസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ വിട്ടുപോയാൽ അത് അങ്ങനെ തന്നെ അവിടെ കിടക്കും. അപ്പോൾ നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചു കേൾക്കുക. ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് എടുക്കും നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് എഴുതിയെടുക്കാനായിട്ട്, അത്രേ വരുള്ളൂ. എന്താ പറയുക, നമുക്ക് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊമോഷൻ്റെ ഡെഫിനേഷൻ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതേപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണോ എടുത്തത് ആ ക്ലാസ് അവിടെ കഴിയും. ഓക്കെ, സോ താങ്ക് യു. ഇഫ് യു ഹാവ് എനി മോർ ഡൗട്ട്സ് പ്ലീസ് ആസ്ക് മീ. See you.